അലൈനർ, ക്ലിയർ അലൈനർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയ പേടിയാണ്. ഇപ്പോൾ ഞാൻ കേൾക്കാറുണ്ട് 1.5 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ, 3.5 ലക്ഷം രൂപയാണ് പല്ലിന് അലൈനേഴ്സ് ഇടുമ്പോഴത്തേനെന്ന് പറഞ്ഞു. അത്രയും എക്സ്പെൻസീവ് ആണോ ശരിക്കും അലൈനേഴ്സ്? നമ്മൾ അത്ര എക്സ്പെൻസ് നമ്മൾ ചെയ്യാറില്ല. എൻ്റെ വിഷൻ അതുതന്നെയായിരുന്നു. ബ്രേസസ് മാറിയിട്ട് എല്ലാവരും അലൈനേഴ്സിലേക്ക് വരണം, അതുകൊണ്ട് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് വരണം. അപ്പോൾ 25,000 തുടങ്ങിയിട്ടാണ് നമ്മൾ അലൈനേഴ്സ് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് തന്നെ. ഡോക്ടർ 25,000 അതൊരു ഭയങ്കര ചെറിയ ഒരു എമൗണ്ട്. കാരണം ഞാൻ റീസെൻ്റ്ലി എൻ്റെ സുഹൃത്ത് അലൈനർ ഇട്ടതിന് ഇറ്റ് വാസ് 1.5 lakhs. അപ്പോൾ ആളുകൾക്കൊരു സംശയം വരും, 1.5 ലക്ഷം 2.5 ലക്ഷം രൂപയുടെ അലൈനറിനെ ഈ ചെറിയ പൈസയിൽ നമ്മൾ കൊടുത്ത് തുടങ്ങുമ്പോൾ എന്തിലെങ്കിലും കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവും, പറ്റിക്കുന്നുണ്ടാവും? ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന 3D പ്രിൻറ്റിങ് മെഷീൻസ് മോസ്റ്റ്ലി എനിക്കൊന്നും ഒരു ക്ലിനിക്സും ഇല്ല. ലാബിൽ മേ ബി 1-2 ലാബ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോം ലാബ്സ് എന്ന് പറഞ്ഞാൽ 3D പ്രിൻറ്റിങ് മെഷീൻസാണ്. ഏറ്റവും എക്സ്പെൻസീവ് 3D പ്രിൻറ്റിങ് മെഷീനാണ് ഉള്ളതിൽ. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷീറ്റ്സ്, അലൈനേഴ്സ് ഉണ്ടാക്കുന്ന ഷീറ്റ്സ്, അത് കംപ്ലീറ്റ്ലി ജർമ്മൻ ഇമ്പോർട്ടഡ് ഷീറ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നിലൊരു കോംപ്രമൈസ് നമ്മളില്ല. ഇടാൻ ഒത്തിരി പേര് ഇടാത്ത എന്തുകൊണ്ടാണ്? ഇത്രയും പൈസ പെട്ടെന്ന് എടുക്കാൻ എല്ലാവരെ കൊണ്ടൊന്നും പറ്റത്തില്ല. ദെർ ആർ പീപ്പിൾ ഹു ക്യാൻ അഫോർഡ്, പക്ഷേ ദെർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു വോണ്ട് ടു ഡു ഇറ്റ്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക്. പക്ഷേ ദിസ് ഇസ് സംതിങ് നമ്മളിപ്പോൾ ഒരു മാസം എടുത്താൽ പോലും സ്റ്റിൽ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന് എഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. എഫോർഡ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവർക്ക് നമ്മൾ കൊടുക്കും. അലൈനേഴ്സ് ആഗ്രഹിച്ച് വരുന്ന പേഷ്യൻസ് ഉണ്ടാവും, എഫോർഡ് ചെയ്യാൻ അത്രയും കോസ്റ്റ് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത. കനാലിന് പോലും ഭയങ്കര പൈസയാണ്. അപ്പോൾ ഒരു അലൈനർ ഇത്രയും മാസം എന്ന് വെച്ചാൽ ഒരു മാസം 2,000 രൂപ പോലും അത്രയല്ലേ വരണുള്ളൂ. ഭയങ്കര ചെറിയൊരു ഇതിൽ അത് സ്റ്റിൽ ഈ അലൈനേഴ്സ് നമ്മൾ ചില ആൾക്കാർക്ക് അഫോർഡബിൾ അല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ മന്ത്ലി ആയിട്ട് ട്രേസ് കൊടുക്കും. EMI EMI അല്ല, മന്ത്ലി ആയിട്ട് പേഷ്യൻ്റ് ഇവിടെ വന്നിട്ട് ട്രേസ് കളക്ട് ചെയ്ത് പോവുക, അതിനനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്ത് മതി. ലൈക്ക് എഗെയിൻ, അതായത് കിട്ടണ അന്നത്തെ മാസത്തെ മേടിച്ച ഒരുമിച്ച് പേ ചെയ്യണ്ട. അതും കൂടി പേഷ്യൻസിനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ. അതൊക്കെ ഒരാൾ മാസത്തിൽ പോയി ട്രേസ് കളക്ട് ചെയ്യുക, അതിനുള്ള പേയ്മെൻറ്റ് മാത്രം ചെയ്തിട്ട് അവർ പോവുക. അത് നല്ല. കാരണം യൂഷ്വലി ഡെൻറ്റൽ പ്ലേസസിൽ ഞാൻ കേൾക്കാറുള്ളത് ഈ പറഞ്ഞ 1.5 ചെയ്ത എൻ്റെ കൂട്ടുകാരി അവൾ 1.5 പേ ചെയ്തപ്പോഴാണ് അതിലാണ് നമ്മൾ ചേഞ്ച്. നമുക്ക് വേണ്ടുന്ന ട്രേസ് മാത്രം നമുക്ക് പ്രിൻ്റ് ചെയ്ത് നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് നമുക്ക് തന്നാൽ മതി. ഓഹോ, ഓക്കെ. ദാറ്റ്സ് എ ഡിഫറൻസ്. ബാക്കിയുള്ള ആൾക്കാർ ലാബിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ലാബിൽ നിന്ന് കംപ്ലീറ്റ് ട്രേസ് അവർ എടുക്കേണ്ടി വരും. നമ്മൾ മാസത്തിൽ നമുക്ക് വേണ്ടുന്ന ട്രേസ് മാത്രം പ്രിന്റ് ചെയ്തിട്ട് പേഷ്യൻസിന് കൊടുക്കുക, അതിൻ്റെ പേയ്മെന്റ് തരാം. കാരണം നമ്മുടെ തന്നെ മിഷനാണല്ലോ. വേറെ വല്ലയിടത്തും കൊണ്ട് ആരുടെയും കൈകാലം പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല, ടൈം വേസ്റ്റ് ഇല്ല. ഇപ്പോൾ അലൈനേഴ്സ് പോലെ തന്നെ ഏറ്റവും പുതിയ പല്ലിൻ്റെ ട്രെൻഡുകൾ എന്തൊക്കെയാണ്? പല്ലിന് നമ്മുടെ മുഖത്തിൻ്റെ ചിരിയുടെ ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കുറേ പേര് സ്മൈൽ എസ്തെറ്റിക്സ് ലൈക്ക് വിനീർസ്, നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ സ്മൈൽ ഡിസൈനിങ് ഇപ്പോൾ ഭയങ്കര കോമൺ ആണ്. അധിക പേര് ഇപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മൾ സ്മൈൽ ഡിസൈനിങ് ചെയ്യുന്നതാണെങ്കിൽ തന്നെ നമ്മൾ ഫസ്റ്റ് തിങ് ചെയ്യുക, പല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ പെർഫെക്റ്റ് ആക്കി എടുക്കും. അതിനുശേഷം പേഷ്യൻറ്റിൻ്റെ കൺസേൺ മേ ബി പല്ലിൻ്റെ സൈസ് ഇത്ര വേണ്ട, പല്ലിൻ്റെ ഷെയ്ഡ് കുറച്ചും കൂടി ബ്രൈറ്റർ ആവണം. അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ വീണ്ടും വിനീർ കാര്യങ്ങളൊക്കെ അപ്രോച്ച് നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ വെനീർ സ്റ്റിൽ അതന്നെ നമ്മൾ പേഷ്യൻസിന് ബിഫോർ ഹാൻഡ് അലൈനേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ പേഷ്യൻ്റ് വിനീർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്ന വരെ നമ്മൾ ക്ലിനിക്കിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഡോക്ടർ, ഞാനിപ്പോൾ അമെൻറ്റിൽ വരികയെന്ന് വിചാരിക്കാം. യെസ്, ഡോക്ടറോട് എനിക്ക് ചോദിക്കാം, ഞാൻ വെനീർ ചെയ്താൽ എൻ്റെ മുഖം എങ്ങനെ ഇരിക്കും, യെസ്, അപ്പോൾ അതിൻ്റെ പല കളർ ഉണ്ടല്ലോ വെനീർ. സോ എനിക്ക് ആ ഓരോ കളറും വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ? സീരിയസ്ലി പറ്റും. അപ്പം ഞാൻ എല്ലാവരും പേടിച്ചിട്ടാണല്ലോ ഇത് ചെയ്യാത്തത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും, ആർട്ടിഫിഷ്യൽ ആവുമെന്നൊക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ പല്ലിൻ്റെ വലിപ്പം വെച്ച് ചൂസ് ചെയ്ത് വെനീർ എടുക്കാമോ? എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഫേസ് വെച്ചിട്ട് നിങ്ങൾ വിനീർസ് അതിൽ പ്ലേസ് ചെയ്തതിനാൽ എങ്ങനെ ഉണ്ടാവും, നിങ്ങൾ ഫേസ് അടക്കം അതിൽ കാണിച്ചു തരും. ഡോക്ടർ, വലിയ താമസമില്ലാണ്ട് എനിക്ക് അമെൻറ്റിലേക്ക് വരേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ വെനീറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെനീർ ഇടുന്ന സമയത്ത് പക്ഷേ ഞാൻ കേട്ടൊരു കാര്യം, നമ്മൾ വെനീർ ഇട്ടല്ലോ, അപ്പം നമ്മളത് ഒട്ടിച്ച് വെച്ചല്ലോ, അപ്പോൾ പല്ലിന് കേട് വന്നാൽ എന്ത് ചെയ്യും? പല്ലിൽ കേട് പ്രോപ്പർലി മെയിൻ്റെനൻസ് എന്തായാലും ഏത് കേസാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. കറക്റ്റായിട്ടുള്ള മെയിൻ്റെനൻസ് പ്രോട്ടോക്കോൾ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ. അപ്പം ഒട്ടിച്ച സ്ഥലത്ത് കേട് വരില്ല? ഒട്ടിച്ച സ്ഥലത്ത് കേട് വരില്ല മീൻസ് അതിൻ്റെ അകത്തോട്ട് ഫുഡോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കേട് വരാം. പക്ഷേ സ്റ്റിൽ എങ്ങനെ പോവും? അതിൻ്റെ ഇടയിൽ ബാക്ക് സൈഡ് മേ ബി ഫ്രണ്ട് സൈഡിലായിരിക്കും നമ്മൾ വിനീർ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ബാക്കിലോട്ട് എന്തെങ്കിലും ഫുഡ് കുടുങ്ങി നിന്നിട്ട് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ മേ ബി കേട് വരാം. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണെങ്കിലും നിങ്ങളത് പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും.
ഒരു തവണ വെനീർ ഒട്ടിച്ചു എന്ന് വിചാരിക്കുക, ഓക്കെ, എത്ര കാലം ഈ വെനീർ അവിടെ ഇരുന്നോളും? അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ആയിരിക്കും. നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് വിനീഴ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മേ ബി അത് എന്തെങ്കിലും ഹാർഡായിട്ടുള്ള സബ്ജക്റ്റൊക്കെ കടിക്കുമ്പം തെറിച്ച് പോവാം. അതായത് അരിയുണ്ട ഞാൻ കഴിക്കരുത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം, വളരെ കെയർഫുൾ ആയിട്ട് എൻ്റെ വെനീറിനെ ഞാൻ നോക്കാമെന്ന് വിചാരിക്കാം. കുറേ കാലങ്ങളുണ്ടാവും, കൊല്ലം എത്ര കൊല്ലം പോകും? എത്ര കൊല്ലം വേണമെങ്കിൽ പോയിക്കോളും. നിങ്ങൾ അത്ര കെയർ ചെയ്യുന്നത് നിങ്ങൾ എത്ര കൊല്ലം പോയിക്കോളും. നിങ്ങളിപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കുന്നു, ആ വണ്ടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലം വണ്ടി അവിടെ കൊണ്ടുപോയി നടക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് നിങ്ങൾ ഈ പല്ലിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വണ്ടിയുടെ സർവീസ് ചോദിക്കട്ടെ. ഇപ്പോൾ ഈ വെനീർ വെച്ചു, വെനീർ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്ര നാൾ കൂടുമ്പോൾ? വിനീർസ് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നതാണെങ്കിലും ലൈക്ക് നിങ്ങൾ പല്ലിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു 6 months കൂടുന്നതിന് ഒരു ഡോക്ടർ വിസിറ്റ് നിർബന്ധമാണ്. പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ്, അതിൽ വേണ്ടുന്ന ക്ലീനിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഓരോ 6 months ചെയ്യുന്നത് വളരെ നിർബന്ധമാണ്. വെനീർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് കുടിക്കുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ കാപ്പി കുടിക്കാൻ പാടില്ല, നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല, അതിലൊന്നും ഒരു അർത്ഥമില്ല. വിനീർസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കുടിക്കാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റിൽ കോമ്പസിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കോമ്പസിറ്റ് വെച്ചിട്ട് നിങ്ങൾ ആ പല്ലിൻ്റെ കറക്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അതൊരു ടൈം പീരീഡ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കറ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വിനീറിൽ അങ്ങനത്തെ പ്രശ്നമില്ല. വെനീർ സേഫാണ്. സേഫാണ്. നമ്മൾ പായലേ വിട പൂപ്പലെ വിട എന്ന് പറയുന്ന പോലെ സേഫാണ്. ചെയ്ത് കഴിഞ്ഞു വരും. ഇപ്പം വെനീർ നമുക്ക് സാധാരണ പേസ്റ്റ് ഇട്ട് തന്നെ ചെയ്യാലോ. പക്ഷെ നമ്മളിപ്പോൾ ചില നാടൻ രീതികളുണ്ടല്ലോ, മാവില, പ്ലാവില, പിന്നെ അതുപോലെ ഉമിക്കരി, അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ച് പല്ല് തേക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ എന്താവും? ഒന്നുമല്ല, പല്ല് അവിടെ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. പല്ല് കുറച്ച് കാലം കൂടി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. കംപ്ലീറ്റ് പല്ല് തേഞ്ഞു പോകും. അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, പല്ല് യെലോയിഷ് അടിക്കും, കുറേ പ്രശ്നങ്ങൾ അതിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇത് വെനീർ ഇട്ട പല്ലിനാണോ സാധാ പല്ല്? സാധാ പല്ലിലായാലും വിനീർ ഇട്ട പല്ലിലായാലും പ്രശ്നമാണോ? സാധാ പല്ലിലെ പ്രശ്നം കൂടുതലല്ലേ. മുക്കേരിയൊക്കെ വെച്ച് തേച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇനാമലും കാര്യങ്ങളൊക്കെ തേഞ്ഞു പോയി മഞ്ഞ അടിച്ച് പല്ല് ഇല്ലാണ്ടാവും. അത് ഒരു ഇന്ന കാലം ഉമ്മിക്കരിയൊക്കെ ചെറുപ്പത്തിൽ തേപ്പിച്ചിട്ടുണ്ട്, വെറുതെയാണ്. ഇതുവരെ ഒന്നും പറ്റാത്തത് ഭാഗ്യം എന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇതുപോലെ വെനീറിട്ടു, വെനീറിട്ട് കഴിഞ്ഞ സാധനത്തിന് പല്ല് ക്ലീൻ ചെയ്യുന്നതിനൊരു പ്രോപ്പർ പേസ്റ്റ് ഉണ്ടോ, പ്രോപ്പർ ബ്രഷ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് നോർമൽ നിങ്ങൾ എന്തൊക്കെ ടൂത്ത് പേസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതേ ടൂത്ത് പേസ്റ്റിന് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. അതിന് വേറെ സ്പെസിഫിക് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. പല്ല് മുറുക്കി വേണം നമ്മൾ തേക്കാൻ, അതുപോലെ ബ്രഷ് ഇട്ട് തേക്കുന്നതിനേക്കാളും നല്ലത് വിരലിട്ട് തേക്കുന്നതാണെന്ന് പറയുന്നത്. അതുപോലെ കുഞ്ഞു പിള്ളേരുള്ളപ്പോൾ നമ്മൾ അങ്ങനെ വിരലിട്ട് തേച്ചാൽ അവരുടെ പല്ല് നല്ല ഷേപ്പിൽ വരും, അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പ്രോപ്പറായിട്ട് ബ്രഷിങ് ടെക്നിക് എന്ന് വെച്ചാൽ റൗണ്ട് മോഷനിൽ എല്ലാ ഭാഗത്തും ഒരു ലൈറ്റ് ഫോഴ്സ് വെച്ചിട്ട് കൊടുത്തതിനാൽ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം പല്ലും ക്ലീനായി വരും. നിങ്ങൾ ഓവർ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ട് ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലിന് തന്നെ മോശം, പല്ല് തേഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതുവരെ ചെയ്തത് ഇനി മാറ്റാൻ പറ്റില്ല. കറക്റ്റായിട്ട് ലൈറ്റ് ഫോഴ്സ് ചെയ്താൽ മതി. എല്ലാ ആൾക്കാരും വിചാരിക്കും നല്ല ഓവർ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പല്ല് വേഗം. ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ, അങ്ങനെ ഒന്നുമില്ല. പ്രോപ്പറായിട്ട് ഒരു റൗണ്ട് മോഷനിൽ എല്ലായിടത്തും ക്ലീനായി എത്തിച്ചോളാം, ലൈറ്റ് ഫോഴ്സ് വെച്ചിട്ട്.